ധർമ്മ പ്രമാണം. ധർമ്മപ്രമാണ ഒരു കാക്കൂടെ സ്വാഗതം. ആദ്യം ബ്രാഹ്മണ കല്യാണത്തിൽ ഇപ്പോൾ അഭിജിത്ത് മുഹൂർത്തം ചൊല്ലി വെക്കറ, ഇത് ശരിതാന சார்? இந்த ചിലവ അഭിജിത്ത് മുഹൂർത്തം ചൊല്ലി വെക്കറ ബ്രാഹ്മണ ആൾക്ക് தெரிஞ்சுக்கோ. அபிஜித் முகூர்த்தம் എന്നുള്ള ஒரு முகூர்த்தம் விதியே கிடையாது. காரணம் பிராமணனுக்கு அங்கே லக்னம் இருக்குது. உதயத்திலேருந்துள்ள லக்னம். சப்தமத்திலே சுத்தி வேணும். சப்தமத்திலே சனி ராகு கேது ஒன்றும் படாது. அப்போ சுத்தியான கிரகங்கள் இருந்தால் நீங்கள் சப்தமத்திலே விவாகத்தை அந்த லக்னம் கொடுங்கோ. மாத்திரവുമല്ല മേടലഗ്നം മേഷലഗ്നം ഒരു കാലം ലഗ്നമായിട്ട് മുഹൂർത്തത്തിൽ കൊടുക്കാറുണ്ടോ. இப்படி நம்ம பிராமணாளுக்கு மாத்திரம் செப்பரேட்டாக இருக்குன்னு அர்த்தம். ஆனால் பிராமணாள் அல்லாத விவாகக்காருக்கெல்லாம் உங்களுக்கு யமகண்ட காலத்திலே நீ கல்யாணம் நடத்திக்கோ. அவள் நட்சத்திரம் மாத்திரம்தான் பார்ப்பான். அவளுக்கு அந்த விதி அதை அவள் ஃபாலோ பண்ணிக்கட்டும். മാത്രമല്ല അവൾക്ക് தான் இந்த അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം சொல்கிற ഏകദേശം ഒരു 12 മണിയിലേന്ന് ഉച്ചയ്ക്ക് 12:30 വരെ. കാരണം അവൾക്ക് വേറൊന്നുമില്ലേ, വെറും താലി കെട്ടും പറയും ഇതെല്ലാം തന്നെ. അപ്പോൾ വേഗം പോகிறது താലി കെട്ടുறது കോവില്ല, போய் மூக்க முட்டை சாப்பிட்றது 12:30க்கு, அப்படியே ஆற்றுக்கு போகிறது. பிராமணாளுக்கு அப்படி அல்ல. பிராமணாளுக்கு அந்த 12 மணி 12:30க்கு அபிஜித் முகூர்த்தம் வச்சா കൂടി പിന്നെയും 2 മണിക്കൂർ കാര്യം இருக்குது, പാണിഗ്രഹണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു കാലം ബ്രാഹ്മണ കല്യാണത്തിൽ അഭിജിത്ത് മുഹൂർത്തം சொல்கிற പദ്ധതിയേ ഇല്ലേ. അപ്പോൾ അത് തെറ്റാന പ്രമാണമാക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മുഹൂർത്തം ലഗ്നം വെക്കുന്ന സമയത്തിൽ നല്ല ജോത്സ്യർട്ടിയോ നല്ല വാദ്യാർട്ടിയോ വിവരമുള്ള ആളുടെ പോയി ചെയ്യുമ്പോൾ. കാരണം കുഴന്തകളോട് ഒരു ഫ്യൂച്ചർ പ്രശ്നമാക്കുന്നത്. കാരണം ഫ്യൂച്ചറിൽ ദാമ്പത്യ വഴക്കിൽ സൗഖ്യமாக இருக்கணும். ചുമ്മാ ഒരു തമാശ കളിയില്ല, ചുമ്മാ ഒരു മുഹൂർത്തം പാക്കരുത്, 12 മണിക്ക് മേലെ മുഹൂർത്തം പാക്കരുത്, അപ്പടിയും ചെയ്യാറുണ്ടോ. ബ്രാഹ്മണ കല്യാണത്തിൽ ഒരിക്കലും അഭിജിത്ത് മുഹൂർത്തം ചൊല്ലുന്ന ഒരു മുഹൂർത്തം ഇല്ലേ. അത് ആരാ വെച്ചാൽ കൂടി അത് തെറ്റാക്കുന്ന ധൈര്യമായി ചൊല്ലിയുങ്കോ. അത് ഒരു ശാസ്ത്രവും പ്രമാണവും.